ഞാനിപ്പോൾ ദുബായിൽ ഒരു കൊല്ലമായി. ഈ ഒരു കൊല്ലം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയ എൻ്റെ ഒരു എക്സ്പീരിയൻസ് നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താ അറിയോ? നമ്മൾ ദുബായിൽ ഫാമിലി ആയിട്ട് നിൽക്കുന്നവരായിക്കോട്ടെ, ബാച്ചിലറായിട്ട് നിൽക്കുന്നവരായിക്കോട്ടെ, ആരാണെങ്കിലും ഏറ്റവും കൂടുതൽ സാക്രിഫൈസ് ചെയ്യേണ്ടി വരിക ഒന്നില്ലെങ്കിൽ ടൈം ആയിരിക്കും, അല്ലെങ്കിൽ ഫെസിലിറ്റി ആയിരിക്കും. ഈ ഒരു രണ്ട് കാര്യത്തിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് സാക്രിഫൈസ് ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് ഫ്ലെക്സിബിളായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നാട്ടിൽ നിന്ന് കുറേ പേര് ഇപ്പോൾ ദുബായിൽ വന്ന് സെറ്റ് ആവാനും വർക്ക് ചെയ്യാനും ഒക്കെ ആഗ്രഹിക്കുന്നവരുണ്ടാവും, അതിന് വേണ്ടി ട്രൈ ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ നമ്മൾ മനസ്സിൽ ആദ്യം ഒന്ന് നിശ്ചയിച്ച് മുൻകൂട്ടി കണ്ട് വരേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ദുബായിൽ ഇപ്പോൾ ദുബായ് ഷാർജ റോഡ് നോക്കുകയാണെങ്കിലും ദുബായ് മെട്രോ നോക്കുകയാണെങ്കിലും ഭയങ്കര റഷായിരിക്കും. വളരെ തിരക്കേറിയ ഒരു സ്ഥലങ്ങളാണ് ഈ ഒരു രണ്ട് സ്ഥലങ്ങളും. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ലൈഫിൽ നമ്മൾ ഒന്നില്ലെങ്കിൽ ടൈം അല്ലെങ്കിൽ ഫെസിലിറ്റി സാക്രിഫൈസ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ അവിടെ ദുബായ് വർക്ക് ലൈഫിൻ്റെ റിയാലിറ്റി എന്ന് പറയുന്നത്. കാരണം നമ്മുടെ വർക്ക് പ്ലേസിൽ നിന്നും 1 2 3 മണിക്കൂർ ട്രാവൽ ചെയ്തിട്ടായിരിക്കും നമ്മളൊരു റൂമിലോട്ട് പോകുന്നുണ്ടാവുക. അല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് എക്സ്പെൻസ് ചിലവാക്കിക്കൊണ്ടായിരിക്കും നമ്മൾ അവിടെ സ്റ്റേ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അൽഹംദുലില്ലാ, ഇപ്പം ഞാൻ നിൽക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ ദുബായിലുള്ള ഒരു വർക്ക് ലൈഫിൻ്റെ റിയാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്തും ആ ഒരു എക്സ്പെക്റ്റേഷനിൽ മാത്രം വരിക, എന്തായാലും സെറ്റാവും.